നമ്മൾ ഫീൽഡിൽ എത്രത്തോളം സെറ്റിൽമെന്റ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറയാം. അത് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് വഴി നമുക്കൊരു സോയിലിൽ അലൗബിൾ ബിയറിംഗ് കപ്പാസിറ്റി, എത്രത്തോളം അലൗബിൾ ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ അലൗബിൾ ബിയറിംഗ് കപ്പാസിറ്റി കിട്ടുന്ന വഴി നമുക്ക് അതിൻ്റെ സെറ്റിൽമെൻറ്റും ആ സോയിലിന് എത്രത്തോളം സെറ്റിൽമെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ടെസ്റ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഫീൽഡിൽ ചെയ്യുന്ന ടെസ്റ്റാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്ന പ്ലേറ്റ് കണ്ടോ, ഈ BP എന്ന് പറഞ്ഞ സൈസിലുള്ള പ്ലേറ്റ്, വിഡ്ത്ത് B ആയിട്ടുള്ള ഒരു പ്ലേറ്റ്, അതുകൊണ്ടാണ് BP എന്ന് പറയുന്നത്. ഈ പ്ലേറ്റിൻ്റെ സൈസിലുള്ള ഒരു ചെറിയൊരു പിറ്റ് നമ്മൾ കുഴിക്കും. ഓക്കെ, ഇതാണ് ഗ്രൗണ്ട് ലെവൽ കാണിച്ചേക്കണേ. ആ ഗ്രൗണ്ട് ലെവലിന് താഴേക്ക് ഫൗണ്ടേഷൻ്റെ ഡെപ്ത് ഉണ്ട്. ആ ഡെപ്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യണേ. അപ്പം ഈ ഡെപ്ത് നമ്മൾ കുഴിച്ചെടുക്കും. ആ കുഴിച്ചെടുത്ത് കഴിയുമ്പം അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഫൗണ്ടേഷൻ കൊടുക്കണതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും, ഈ പ്ലേറ്റ് നമ്മൾ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ സൈസാണ് BP എന്ന് പറയുന്നത്. ആ സൈസിൻ്റെ 5 ടൈംസ് BP, 5 ടൈംസ് വരുന്ന ലെങ്ത്തും വിഡ്ത്തും വരുന്ന ഒരു പിറ്റാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കണേ. അതിനുശേഷം ആ പിറ്റിൻ്റെ സെൻറ്ററിൽ ഈ പ്ലേറ്റ് നമുക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണോ ആ വിഡ്ത്തിനും പ്ലേറ്റിന് ഒരു തിക്നെസ് ഉണ്ട്, ആ ഡെപ്ത് എത്രയാണോ ആ രീതിയിൽ ഒരു സെൻട്രൽ ഹോള് നമ്മൾ ഇവിടെ കുഴിക്കും. ക്ലിയർ ആയോ? ആദ്യം ഗ്രൗണ്ട് സർഫസിൽ നിന്ന് DF ഡെപ്തിൽ ഒരു ഡെപ്ത് കൺസിഡർ ചെയ്യും. ആ ഡെപ്തിൽ നമ്മൾ പിറ്റ് കുഴിക്കുന്ന ആ പിറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 ടൈംസ് BP ബൈ 5 ടൈംസ് BP ആയിരിക്കും. ഈ പ്ലേറ്റിൻ്റെ 5 ടൈംസ് വിഡ്ത്ത് വരുന്ന ലെങ്ത്തും വിഡ്ത്തും വരുന്ന ഒരു പിറ്റാണ് നമ്മൾ ആദ്യം കുഴിക്കുന്നത്. അതിനുശേഷം ഈ പ്ലേറ്റ് നമുക്ക് ഇറക്കി വെക്കണം. ഇറക്കി വെക്കാൻ വേണ്ടി സെൻട്രൽ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. ആ ഹോളിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ പ്ലേറ്റിൻ്റെ സൈസും പ്ലേറ്റിന് എത്രയാണോ ഡെപ്ത് ആ ഡെപ്തിലും ആയിരിക്കും സെൻട്രലിൽ നമ്മളൊരു ഹോള് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഈ പ്ലേറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.3 മീറ്റർ സ്ക്വയർ സൈസിലുള്ള പ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. 0.3 മീറ്റർ സൈസിലുള്ള ഒരു സ്ക്വയർ പ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അതിനനുസരിച്ചാണ് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇനി ഇത് കുഴിച്ചു, ഇത് ഇറക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. പ്ലേറ്റ് ലോഡ് കണ്ടക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഓൾറെഡി പ്ലേറ്റ് വെച്ചു. ആ പ്ലേറ്റിൻ്റെ കുഴിക്ക് അനുസരിച്ച് പ്ലേറ്റും ഇവിടെ ഇറക്കി വെച്ചു. എന്നിട്ട് സെൻട്രലാണ് ആ പ്ലേറ്റ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചേക്കണേ. എന്നിട്ട് ഇവിടെ ഒരു ജാക്ക് ഉണ്ട്. ആ ജാക്ക് അറേഞ്ച്മെന്റ് വഴിയാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യണേ. ഇപ്പം ഇത് ലോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ബീം ഉണ്ട്. ആ ബീം വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ജാക്കിലൂടെ ലോഡ് ഈ ഒരു പ്ലേറ്റിലേക്ക് അപ്ലൈ ചെയ്യണത്. അപ്പം നമ്മളിങ്ങനെ ഒരു ജാക്ക് അറേഞ്ച് ചെയ്തിരുന്നു. കറക്റ്റ് എക്സാക്ട്ലി ആ പ്ലേറ്റിൻ്റെ സെൻറ്ററിലായിരിക്കണം ആ ജാക്ക് വന്ന് നിൽക്കുന്നത്. ഇത് ഒരു ലോഡിംഗ് പ്ലാറ്റ്ഫോമാണ്, അതിലൂടെയാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. അപ്പം ഇനീഷ്യലി നമ്മൾ ഒരു 7 kN/m² എന്ന് പറയുന്ന ലോഡ് നമ്മൾ ഒരു സീറ്റിംഗ് ലോഡായിട്ട് ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെ സീറ്റിംഗ് ലോഡ് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഇനീഷ്യലി ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് പാക്ഡ് ആയിക്കെ വരണമല്ലോ. അപ്പോൾ അതിനൊരു സെറ്റപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മളൊരു സീറ്റിംഗ് ലോഡ് 7 kN/m² നമ്മൾ ഈ റിയാക്ഷൻ ബീമിലേക്ക് കൊടുത്ത് ജാക്ക് വഴി ഈ പ്ലേറ്റിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം 20% വെച്ച് 20% വെച്ച് കൂട്ടി നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ ഓരോ ടൈമിലും 1 മിനിറ്റിൽ 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, അങ്ങനെ ഏകദേശം ഒരു 60 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്യും, എത്രത്തോളം സെറ്റിൽമെന്റ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളത്
റെക്കോർഡ് ചെയ്യും. അതിനുശേഷം ഓരോ മണിക്കൂർ ഇടവിട്ടും ഈ കാര്യങ്ങൾ, അതായത് 1 മിനിറ്റ്, 5 മിനിറ്റിൽ 10, 20, 60, അത് കഴിഞ്ഞ് ഓരോ മണിക്കൂർ ഇൻ്റർവെല്ലിൽ നമ്മളിങ്ങനെ സെറ്റിൽമെൻറ്റ് എത്രത്തോളം ഉണ്ടാവുന്നുണ്ട്, ഇതിങ്ങനെ എത്രത്തോളം താന്നു പോകുന്നുണ്ടെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യാൻ പറ്റും. അത് മെഷർ ചെയ്യണം. അതിനുശേഷം എപ്പോഴാണോ ഈ സെറ്റിൽമെൻറ്റ് ഫർദർ ഇത് താഴേക്ക് പോകാത്ത ഒരു സിറ്റുവേഷൻ വരും. അതായത് ദ ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് until failure or at least until settlement of about 25 mm is occurred. 25 mm സെറ്റിൽമെന്റ് ആകുന്ന വരെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ എപ്പോഴാണോ ഫെയിലിയർ ആവുന്നത്, അതായത് നമുക്ക് ഫർദർ ലോഡ് കൊടുത്താലും റെക്കോർഡ് റീഡിങ്സിൽ മാറ്റം വരാത്തൊരു സിറ്റുവേഷൻ വരും, ആ ഒരു പോയിന്റ് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ലോഡ് കൊടുത്തുകൊണ്ടേയിരിക്കും. 20% ഇൻക്രിമെന്റ് വെച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും. ഓരോ മിനിറ്റ് കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 10, 15, 20 അങ്ങനെ ഓരോ മണിക്കൂർ ഇൻ്റർവെല്ലിൽ നമ്മൾ ആ സെറ്റിൽമെന്റ് മെഷർ ചെയ്യും. മെഷർ ചെയ്തതിന് ശേഷം നമുക്ക് അൾട്ടിമേറ്റ് ലോഡ് ഓഫ് ദി പ്ലേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ ഒരു ഗ്രാഫ് വരയ്ക്കും. നമുക്ക് കൊടുത്ത ലോഡ് അറിയാം, അതാണ് അൾട്ടിമേറ്റ് ലോഡ്. നമുക്കറിയാം പ്ലേറ്റിൽ കൊടുത്ത അൾട്ടിമേറ്റ് ലോഡാണ് QU എന്ന് പറയുന്നത്. ഓരോ ടൈമിലും ഉണ്ടായ സെറ്റിൽമെൻറ്റും നമുക്കറിയാം. അപ്പോൾ ആ സെറ്റിൽമെൻറ്റും വരച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. ഈ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, എത്രത്തോളം അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതും എത്രത്തോളം സെറ്റിൽമെന്റ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കണം. ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഫിഗറിൽ കാണിച്ചില്ല എന്നുള്ളത്. നമുക്ക് ആ സെറ്റിൽമെന്റ് മെഷർ ചെയ്യാൻ ഭാഗത്തുനിന്ന് ഡയൽ ഗേജ് സെറ്റപ്പ് ഉണ്ട്. അതിൽ ലോഡ് കൊടുക്കുന്ന ജാക്ക് വഴി ലോഡ് കൊടുക്കുന്ന അനുസരിച്ച് താഴേക്ക് എത്രത്തോളം സെറ്റിൽമെന്റ് ഉണ്ടാവും നമുക്ക് അറിയണമല്ലോ. അത് ഡയറക്റ്റ്ലി നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നത്. ഓക്കെ, ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കും. വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രാഫ് വരച്ച് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു കർവായിരിക്കും കിട്ടണേ. ഈ കർവിൻ്റെ 2 പീക്ക് പോയിന്റ്സ് ഉണ്ട്. അതായത് ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്ന 2 പോയിന്റ് വെച്ചിട്ട് ഒരു ടാൻജന്റ് വരയ്ക്കും. അതായത് ഈ മുകളിലത്തെ കർവിൽ നിന്നുള്ള മാക്സിമം വരുന്ന പോയിന്റ് വെച്ചിട്ട് ഒരു ടാൻജന്റ് വരയ്ക്കും. പിന്നെ ഈ ഡ്രാസ്റ്റിക് ചേഞ്ച് വന്ന പോയിന്റിൽ നിന്ന് ഒരു ടാൻജന്റ് വരയ്ക്കും. ആ 2 ടാൻജന്റും മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ് ആക്സിസിലേക്ക് റീഡ് ചെയ്യുന്നതാണ് ആ പ്ലേറ്റിൻ്റെ, അതായത് നമ്മൾ യൂസ് ചെയ്ത ആ പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൻ്റെ പ്ലേറ്റിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് ആ പ്ലേറ്റിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പ്ലേറ്റിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഓരോ ടൈപ്പ് സോയിലിൻ്റെയും ബിയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മൾ പ്രൊപ്പോസ് ചെയ്ത ഫൗണ്ടേഷൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ക്ലേ സോയിൽ ആണ് എങ്കിൽ പ്ലേറ്റിന് എത്രയാണോ ബിയറിംഗ് കപ്പാസിറ്റി, ആ പ്ലേറ്റിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി തന്നെയായിരിക്കും ആ ഫൗണ്ടേഷൻ്റെ അടിയിൽ വരുന്ന സോയിലിന്. സാൻഡി സോയിൽ ആണെങ്കിൽ നമ്മൾ ആ സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? അത് ആ പ്ലേറ്റിന്റെ അതിന്റെ ഫാക്ടർ, അതായത് നമ്മൾ കുഴിച്ച കുഴിയില്ലേ, ആ കുഴിയുടെ സൈസിനെയും കൂടെ അത് എഫക്ട് ചെയ്യും. ഫൗണ്ടേഷന്റെ സൈസും ആ പ്ലേറ്റിന്റെ സൈസും ആ സാൻഡി സോയിൽ ആകുമ്പം വ്യത്യാസം വരും. കാരണം സാൻഡി അല്ലേ കുറച്ചും കൂടെ എന്താ പറയാ സെറ്റിൽമെന്റ് കൂടുതലായിരിക്കും അതിന്. ക്ലേയേക്കാളും കുറച്ചും കൂടെ സെറ്റിൽമെന്റ് വരാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. ദെൻ ഇനി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാം. QUന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് വഴി നമുക്ക് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാം. ആ സെറ്റിൽമെന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ എഴുതിയേക്കണേ. ക്ലേ സോയിൽ ആണെങ്കിൽ SF ഫൗണ്ടേഷന്റെ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് SP/BF/BP ആയിരിക്കും. അതുപോലെ തന്നെ സാൻഡി സോയിൽ ആണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും കണ്ടുപിടിക്കണേ. ഇനി ഇത് കാണുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഓക്കെ,
അത് നിന്ന് നമുക്ക് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാം. താഴെയായിരുന്നു. ഇനി ഇത് കൂടാതെ ഷാലോ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ നേരത്ത് അലൗബിൾ സെറ്റിൽമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം, SF. ഇത് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴിയായിരിക്കും ചെയ്യുന്നത്. അടുത്തൊരു പ്ലേറ്റ് ലോട്ട് ടെസ്റ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻഫ്ലുവൻസ് ഫാക്ടർ. നമ്മൾ സെറ്റിൽമെന്റ് ചെയ്യാൻ നേരത്ത് ഇൻഫ്ലുവൻസ് ഫാക്ടർ പഠിച്ചു. ഇൻഫ്ലുവൻസ് ഫാക്ടർ കണ്ടുപിടിക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പ്ലേറ്റ് ലോട്ട് ടെസ്റ്റിന്റെ ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 1 - μ²/ES ആ വാല്യൂ നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ സ്ലോപ്പ് എടുത്താൽ മതി. ആ സ്ലോപ്പിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്ലേറ്റ് ലോട്ട് ടെസ്റ്റിൽ നിന്ന് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. പ്ലേറ്റ് ലോട്ട് ടെസ്റ്റ് വഴി നമുക്ക് 4 കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഒന്ന്, അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് പ്രപ്പോസ്ഡ് ഫൗണ്ടേഷൻ. ഒരു ഫൗണ്ടേഷന്റെ പ്രപ്പോസ് ചെയ്യുന്ന ഫൗണ്ടേഷന്റെ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എത്രയാണോ അത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ സെറ്റിൽമെന്റ്, എത്രത്തോളം സെറ്റിൽമെന്റ് ആണെന്നുള്ളത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഷാലോ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ നേരത്ത് അലൗബിൾ സെറ്റിൽമെന്റും ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നമുക്ക് കണ്ടുപിടിക്കാം. 4ാമത് ഇൻഫ്ലുവൻസ് ഫാക്ടറും നമുക്ക് ഈ പ്ലേറ്റ് ലോട്ട് ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഇതൊരു തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ലിമിറ്റേഷൻ ആണ്. ആദ്യത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സൈസ് ഇഫക്റ്റ് ആണ്. സൈസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫിഗർ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്ത പ്ലേറ്റ്. ഈ പ്ലേറ്റിന്റെ സൈസ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഈ പ്രഷർ ബൾബ് വരുന്നത്. എന്താ പ്രഷർ ബൾബ് എന്ന് പറഞ്ഞ അറിയോ? കഴിഞ്ഞ പഠിച്ചല്ലേ? ഈ സോയിലിന്റെ, അതായത് സ്ട്രെസ്സിന്റെ ഇൻഫ്ലുവൻസ് വരുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു റീജിയൻ ആണ് നമുക്ക് ഈ ഇതുവഴി കിട്ടുന്നത്. അതായത് സെറ്റിൽമെന്റ് ഉണ്ടാകും. എങ്ങനെയാണ്? ഈ പ്ലേറ്റിൽ വരുന്ന ലോഡിനനുസരിച്ചാണല്ലോ സെറ്റിൽമെന്റ് സംഭവിക്കുക. അപ്പൊ ആ സ്ട്രെസ്സസ് എല്ലാം മാക്സിമം എന്താണ്, ഇത്ര ഏരിയയിലായിരിക്കും കവർ ചെയ്തു വരുന്നത്. ആ ഒരു സോണാണ് പ്രഷർ ബൾബ്. അപ്പം പ്ലേറ്റിന്റെ സൈസ് എങ്ങനെയാണോ അത്രയും സൈസിലുള്ള രീതിയിലുള്ള പ്രഷർ ബൾബാണ് ഫോം ചെയ്യുന്നത്. അതായത് അത്രയും ഏരിയയിലാണ് നമുക്ക് ആ സ്ട്രെസ്സിന്റെ വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഒരിക്കലും ഒരു ആക്ച്വൽ കണ്ടീഷനിലുള്ള വാല്യൂസ് നമുക്ക് കിട്ടണം എന്നില്ല. പ്ലേറ്റിന്റെ സൈസ് ഒരുപാട് വലുതാക്കും തോറും നമുക്കത് ഫൗണ്ടേഷൻ ഡെപ്തും വിട്ടും ഒക്കെ കുറച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് കുഞ്ഞിതായാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു ആക്യുറേറ്റ് റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അതാണ് ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് സ്കെയിൽ ഇഫക്റ്റ്. സ്കെയിൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ്, അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സാച്ചുറേറ്റഡ് ക്ലേ, നമ്മൾ ക്ലേയിലാണ് ചെയ്യുന്നതെങ്കിൽ, സാച്ചുറേറ്റഡ് ക്ലേയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് സൈസ് ഓഫ് ദ പ്ലേറ്റിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. കൊഹഷൻലെസ് സോയിൽ മാത്രമാണ് ഈ പ്ലേറ്റിന്റെ സൈസ് കൊണ്ട് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം പ്ലേറ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? കൊഹഷൻലെസ് സോയിലാണെങ്കിൽ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കൂടി നമുക്ക് കിട്ടും. പക്ഷെ ക്ലേ സോയിലാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലുള്ള ഇഫക്റ്റും കാണുന്നില്ല എന്ന രീതിയിലാണ് കാണുന്നത്. അടുത്തത് ടൈം ഇഫക്റ്റ് ആണ്. ടൈം ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ടൈം കൊണ്ട്, അതായത് 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ്, 60 മിനിറ്റ്, പിന്നെ 1 മണിക്കൂർ, 2 മണിക്കൂർ, അപ്പോൾ മാക്സിമം ചെറിയൊരു ഷോർട്ട് പീരീഡ് കൊണ്ട് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ചെറിയ ടൈം കൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളിലുള്ള ആക്യുറസി എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ആ വാല്യൂ നമുക്ക് പെട്ടെന്ന് തന്നെ അൾട്ടിമേറ്റ് സെറ്റിൽമെന്റ് അതിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും വളരെ ഡിഫിക്കൽട്ടായിരിക്കും. നാലാമത്തെ ഡിഫിക്കൽട്ടിയാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫെയിലിയർ ലോഡ്. നമ്മൾ ജസ്റ്റ് ടാൻജന്റ് വരച്ചിട്ടാണ് നമുക്ക് ആ ഫെയിലിയർ ലോഡ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
അപ്പം അതുകൊണ്ട് തന്നെ ഫെയിലിയർ ലോഡ് ഏത് ലോഡ് വരെ മാക്സിമം കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനും ഇതിൽ നിന്ന് ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതാണ് റിയാക്ഷൻ ലോഡ്. അതായത് 250 കിലോ ന്യൂട്ടൺ റിയാക്ഷൻ ലോഡിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു ഡിഫക്റ്റ് ആണ് വാട്ടർ ടേബിൾ. സോയിൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ വാട്ടർ ടേബിൾ ഉണ്ടാവും. അപ്പോൾ വാട്ടർ ടേബിളിന്റെ ഇഫക്റ്റ് നമുക്ക് ഒരു രീതിയിലും ഇതിനകത്തേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ വാട്ടർ ടേബിൾ ഉണ്ടെങ്കിൽ ഈ വെള്ളം ആദ്യം പമ്പ് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഭയങ്കര എന്താണ്, പമ്പിങ് വന്നു കഴിയുമ്പോഴേക്കും ഈ പ്ലേറ്റിന് ചിലപ്പോൾ ഡിഫിക്കൽട്ടീസ് വരാം വെള്ളം പുറത്തേക്ക് വരുമ്പോൾ. അപ്പം റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കുറച്ച് വ്യത്യസ്തമായിരിക്കും. ഇത്രയും ഡിഫക്റ്റ് ആണ് ഈ ഒരു ടെസ്റ്റിനുള്ളത്. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട് എക്സാമിന്. ഓക്കെ, പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് മാത്രം ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നതെന്ന് ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഡിസൈൻ്റെ നോട്ട് പ്രിന്റ് എടുത്തിട്ടുണ്ടോ? ഈ മൊഡ്യൂൾ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ? എടുത്തില്ലല്ലോ. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സ്റ്റെപ്പ് വെറുതെ ഇനി എഴുതണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞാണ്. പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് വെറുതെ എഴുതണ്ട, അതിന് സമയം കളയണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാനത് ചോദിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ഡിസൈനിലേക്കാണ് കിടക്കണേ. ഡിസൈനിൽ വരുമ്പം ആദ്യം നമ്മൾ പഠിക്കണ ഡിസൈൻ ഓഫ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. ഒരു PCC സ്ട്രിപ്പ് ഫൂട്ടിംഗ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, RCC സ്ട്രിപ്പ് ഫൂട്ടിംഗ് എങ്ങനെ ഡിസൈൻ ചെയ്യാം. DCSൽ പഠിക്കുന്ന പോലെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാനോ ഒന്നും നമ്മൾ ചെക്ക് ചെയ്യില്ല. സോയിലുള്ള പ്രഷർ സേഫ് ആണോ എന്ന് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി GTയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഇനി ടോപ്പിക്കിലേക്ക് വരാം. പ്രിന്റ് എടുത്തേക്കണവരൊക്കെ, പ്രിന്റ് എടുക്കാത്തവർക്ക് ഞാൻ എഴുതാൻ സമയം തരണോ, എന്താ വേണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രിന്റ് എടുത്തോളൂ. കാരണം സ്റ്റെപ്പ് വെറുതെ ഇനി എഴുതണ്ടല്ലോ എന്ന് ഓർത്താണ്. എങ്ങനെയാ വേണ്ടേ പോണ്ടേ? എഴുതി പോണോ? ഇത് പ്രോബ്ലത്തിലും വരുന്ന സ്റ്റെപ്സ് അല്ലേ? മീൻസ് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 DCS ചെയ്യണ പോലെ 3, 4, 5, 6 സ്റ്റെപ്സ് കാണും. ആ സ്റ്റെപ്സ് പഠിച്ച അതുപോലെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. താഴേക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ കുറെ സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പ് നിങ്ങൾ ഇപ്പം ലൈവ് ക്ലാസ്സിൽ ഇരുന്ന് എഴുതുന്നുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത്. കുറച്ച് പേര് പ്രിന്റ് എടുത്തുണ്ടാവും. പ്രിന്റ് എടുക്കാത്തവർക്ക് ഇനി എഴുതണോ വേണ്ടയോ എന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത്. പെട്ടെന്ന് അങ്ങ് എഴുതാൻ പറ്റില്ലേ? ഓക്കെ, എന്നാൽ എഴുതിപ്പോ. ഓക്കെ, ആദ്യം ഞാനപ്പം സ്ട്രിപ്പ് ഫൂട്ടിംഗ് പറയാം, അതിനുശേഷം നമുക്ക് എഴുതാൻ സമയം തരാവേ. ആദ്യത്തെ ഫൂട്ടിംഗ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. എന്താ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ? നീളത്തിലുള്ള അതായത് കണ്ടിന്യൂസ് ഒരു വോളിന് ചുറ്റും കൊടുക്കുന്ന ഫൂട്ടിംഗ് ആണ് എന്ത്, സ്ട്രിപ്പ് ഫൂട്ടിംഗ്. അപ്പം അതിലുണ്ടാവുന്ന ലോഡ് എന്ന് പറയുന്നത് വളരെ ചെറിയ ലോഡായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാറില്ല, PCC കൊടുക്കാറില്ല. കുറച്ചുകൂടെ ഹെവിയർ ലോഡ്സ് ആണെങ്കിൽ മാത്രമാണ് RCC ആയിട്ട് നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഡിസൈൻ പറയുമ്പം PCCക്കും ഡിസൈൻ പറയും, RCCക്കും ഡിസൈൻ പറയും. ആദ്യത്തെ ഡിസൈൻ ആണ് PCC, ഡിസൈൻ ഓഫ് PCC ഫൂട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദി ഫൗണ്ടേഷൻ. എത്ര വിഡ്ത്ത് നമ്മൾ കൊടുക്കണം എന്ന് കണ്ടുപിടിക്കണം. ആ വിഡ്ത്ത് B = ക്യാപിറ്റൽ ലെറ്റർ Q / QN ആണ്. Q എന്ന് പറഞ്ഞാൽ എത്ര ലോഡാണ് 1 മീറ്റർ ലെങ്ത്തിൽ ആ വോളിൽ ഉള്ള ലോഡ് എത്രയാണോ അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ക്യാപിറ്റൽ ലെറ്റർ Q. QN എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്ന സോയിലിനൊരു മാക്സിമം അലൗബിൾ പ്രഷർ കാണും. ആ അലൗബിൾ സോയിൽ പ്രഷർ എത്രയാണോ അതിൻ്റെ വാല്യൂ ആണ് QN എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ വിഡ്ത്ത്. നമുക്ക് വിഡ്ത്ത് എത്രയാണോ കൊടുക്കേണ്ടത് ആ വിഡ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ആക്ച്വലി എത്ര സോയിൽ പ്രഷർ ഉണ്ടാവുന്നുണ്ട്, ആ വിഡ്ത്തിനനുസരിച്ച് എത്ര ആക്ച്വൽ പ്രഷർ ഉണ്ടാവുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് Q0. ആക്ച്വലി നമ്മൾ കൊടുത്ത വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ അത് കണ്ടുപിടിക്കാൻ ലോഡ് ബൈ നമ്മളിവിടെ കണ്ടുപിടിച്ച ആക്ച്വൽ വിഡ്ത്ത്. എന്നിട്ട് ചെക്ക് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്ന അലൗബിൾ പ്രഷറിനേക്കാളും കുറവായിരിക്കണം
ആക്ച്വലി ഉള്ള സോയിലിലെ പ്രഷർ. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ കൊടുത്ത സൈസ് ഓക്കെ ആവുള്ളൂ. ദെൻ PCC ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഇനി സ്റ്റെപ്സ് ഒന്നുമില്ല. ഈ സേഫ് ആണെങ്കിൽ അവിടെ വെച്ച് നിർത്തുക. പിന്നെ നമ്മൾ മിനിമം എന്ത് ചെയ്യണം, ഒരു തിക്നെസ് കൊടുക്കണം ആ ഒരു ഫൗണ്ടേഷന്. ആ തിക്നെസ് ആണ് യൂഷ്വലി PCC ആണെങ്കിൽ 15 സെന്റിമീറ്റർ ആയിരിക്കും യൂഷ്വലി തിക്നെസ് നമ്മൾ കൊടുക്കുക. തിക്നെസിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഇത് ഇങ്ങനെ പ്രൊജക്ഷൻ, thickness of projection is generally kept twice the length of the projection from the wall face. ഇതാണ് wall face. ഇതാണ് നമ്മുടെ wall face എന്ന് വിചാരിക്കുക. ഈ wall faceൽ നിന്ന് twice the length of projection, ഇവിടെ കിട്ടുന്ന പ്രൊജക്ഷന്റെ ലെങ്ത്, അതായത് ഇങ്ങനെ എത്രത്തോളം ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യിക്കണം, അതെന്താണ്, ഈ wall faceൽ നിന്ന് twice the length ആണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊജക്ഷൻ ആണ് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുക. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഇൻക്ലിനേഷൻ കാണിച്ചിട്ടില്ലേ, ഇതിന്റെ ട്വൈസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ തിക്നെസ് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് PCC. അത് മനസ്സിലായില്ല മിസ്സേ, അങ്ങനെ പറഞ്ഞ തിക്നെസ് ഓഫ് പ്രൊജക്ഷൻ. എങ്ങോട്ടുള്ള വോൾ ഫേസ് ഇല്ലേ, വോൾ ഫേസ്, ഇത് വോൾ ഫേസ് ആണെന്ന് വിചാരിച്ചോ. അതിൽ നിന്ന് നമ്മൾ 45 ഡിഗ്രി ഇൻക്ലിനേഷനിലായിരിക്കും യൂഷ്വലി കൊടുക്കുന്നത്. ആ ലെങ്ത്തിന്റെ ട്വൈസ് ആയിരിക്കണം ഇതിന് കൊടുക്കുന്ന തിക്നെസ്. ഈ പ്രൊജക്ട് ചെയ്ത് വന്ന് നിൽക്കുന്ന പോർഷൻ ഇല്ലേ, ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണെങ്കിലാണ് യൂഷ്വലി ആ ഒരു കണ്ടീഷൻ വരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ 15 സെന്റിമീറ്റർ തിക്നെസ് വെച്ച് കൊടുത്ത് നിർത്തും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 15-ന് പകരം ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെ കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ഡിപ്പെൻഡബിൾ ആണ്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്ന സാധാരണ 15 സെന്റിമീറ്റർ കൊടുത്ത് നിർത്തുവാണ് ചെയ്യുന്നത്. ഇനിയല്ല തിക്നെസ് കൂടുതൽ വേണമെങ്കിൽ, നമ്മളിങ്ങനെ വോൾ ഫേസിൽ നിന്ന് ഇതിന് തള്ളി കുറച്ചും കൂടെ നിൽക്കണമെങ്കിൽ ആ തള്ളി നിൽക്കുന്ന പ്രൊജക്ഷൻ, ആ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ട്വൈസ് ദി ലെങ്ത് ആയിരിക്കണം. ഇവിടെ നിന്ന് ഈ വോൾ ഫേസിൽ നിന്ന് ട്വൈസ് ദ ലെങ്ത്തിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കണം. ഓക്കെ, അടുത്തത് സ്റ്റെപ്പ് എഴുതിക്കോ വേണമെങ്കിൽ. ഡിസൈൻ ഓഫ് PCC footing. ഏത് കാര്യം പറയണേ? തിക്നെസ് അറ്റ് ദി എഡ്ജ് ഓഫ് ദി ഫുട്ടിംഗ് 15 സെന്റിമീറ്റർ ആണല്ലോ. പിന്നെ നാലാമത്തേൽ പറഞ്ഞ തിക്നെസ് ഓഫ് പ്രൊജക്ഷൻ ഇസ് ജനറലി കെപ്റ്റ് ടോയ്സ് ദ ലെങ്ത് ഓഫ് പ്രൊജക്ഷൻ ഫ്രം ഫേസ് വാൾ ഫേസ് എന്നാണല്ലോ. അപ്പൊ അതിങ്ങനെ പടത്തിലൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അത് എനിക്ക് ഇതുവരെ ക്ലിയർ ആവുന്നില്ല. അതായത് എവിടത്തെ തിക്നെസ് ഉദ്ദേശിച്ചത്, ടോട്ടൽ തിക്നെസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ടോട്ടൽ തിക്നെസ് ആണ്. ടോട്ടലി നമ്മൾ കൊടുക്കുന്ന തിക്നെസ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റിലേക്കുള്ള വാളിന്റെ ഫേസിന്റെ ഇതിനനുസരിച്ചിരിക്കും. അത് നമ്മൾ ഓരോ പ്രാക്ടിക്കലി കൺസിഡറേഷൻസ് നോക്കിയിട്ടാണ് കൊടുക്കണം.
നമുക്ക് ലോഡ് കൂടുതലൊക്കെയാണ്, കുറച്ചും കൂടെ ഏരിയയിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലാണ് യൂഷ്വലി അങ്ങനെ ഒരു തിക്നെസ്സിലേക്ക് കൊടുക്കുന്നത്. പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മൾ ഈ ഭിത്തി പണിത് കഴിയുമ്പം കുറച്ച് തള്ളി നിൽക്കുമല്ലോ ഫൗണ്ടേഷൻ. ഇത് നമ്മൾ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടുമ്പോഴാണ്. മനസ്സിലായി. അപ്പൊ അത് കുറച്ച് നമ്മൾ കാണാൻ പാകത്തിനൊന്നും ഇല്ല, അത് കുറച്ചല്ലേ പോർഷൻ ആയിരിക്കും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ആ ലെങ്ത് നമ്മൾ കൊടുക്കുന്നത്, ഈ പ്രൊജക്ഷൻ ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് എത്ര വേണം തിക്നെസ്, അതിന് പ്രൊജക്ഷന്റെ തിക്നെസ് എന്ന് പറയുന്നത്, ആ പ്രൊജക്ഷൻ ചെയ്ത് നിൽക്കുന്ന പോർഷന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചേക്കുന്നത് ഇതാണ്, നമ്മൾ തള്ളി നിൽക്കുന്ന പോർഷൻ അതിന്റെ തിക്നെസ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കണേ. അടുത്തത് ഇത് എഴുതിയോ? ആ ഫിഗർ നിങ്ങൾ വരച്ചു വെച്ചു. യൂഷ്വലി അതൊരു 45 ഡിഗ്രി ഇൻക്ലിനേഷൻ നോക്കിയിട്ടാണ് തിക്നെസ് ഈ ഒരു സ്റ്റെപ്പ് പോലെ കാണിച്ചേക്കണ ആ പ്രൊജക്ഷൻ, അതാണ് അവർ ഉദ്ദേശിച്ചേക്കണേ. നമ്മൾ PCC ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും നോക്കാറില്ല യൂഷ്വലി. സേഫ് ആണോ, സാധാരണ നമ്മൾ പ്രാക്ടിക്കൽ കൺസിഡറേഷൻസിലൊന്നും ചെയ്യുമ്പോൾ ഇത്രയും ഇങ്ങനെ രീതിയിലാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ സൈസും കാര്യങ്ങളും എത്ര വേണമെന്ന് ഡിഫൈൻ ചെയ്ത് സോയിൽ പ്രഷറിന് സേഫ് ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, പ്രാക്ടിക്കലി ചെയ്യണവരില്ലേ. ഒരു കോമ്പൗണ്ട് വാളിൽ എങ്ങനെ നിങ്ങൾ കൊടുക്കും ഫൂട്ടിങ്? കോമ്പൗണ്ട് വാളിന് മറ്റേ അതിന് മാത്രം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഇല്ല, 30 സെന്റിമീറ്റർ, ഒരു 30 സെന്റിമീറ്റർ മാക്സിമം. മാക്സിമം അത്രയൊക്കെ കൊടുക്കാറുള്ളൂ. നമ്മള് പ്രൊവിഷണലി പറയുമ്പോൾ എന്താ പറയുക, ഡിസൈൻ്റെ ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് ഇവർ ഇങ്ങനെ പറയുന്നത്. പ്രാക്ടിക്കലി ചെയ്യുന്നതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അടുത്ത പറയട്ടെ, അത്ര എഴുതി. ഡിസൈൻ RCCയിലേക്ക് കിടക്കാം. ഇനി RCC. ഇത് സ്ട്രിപ്പ് ഫൂട്ടിങ് ചോദിച്ച എക്സാമിന് കണ്ടിട്ടില്ല, പക്ഷെ സിലബസിലുണ്ട്. ഇൻ കേസ് ചോദിക്കാതിരിക്കാം. സ്പ്രെഡ് ആണ്, ഐസൊലേറ്റഡ് ഫൂട്ടിങ് അല്ലെങ്കിൽ കമ്പൈൻഡ് ഫൂട്ടിങ് അല്ലെങ്കിൽ റാഫ്റ്റ്. ഇതിന്റെ ഡിസൈൻസ് ആണ് യൂഷ്വലി എക്സാമിന് ചോദിച്ച് കണ്ടേക്കണേ, പ്രോബ്ലം ചോദിച്ച് കണ്ടേക്കണേ. ഓക്കെ, അടുത്തതാണ് ഈ ഫൂട്ടിങ് തന്നെയാണെങ്കിൽ, അതായത് സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ RCC, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിന്റെ ഫൂട്ടിങ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും എന്നാണ് പറയണത്. നിങ്ങളൊരു കാര്യം ചെയ്യാം, ആദ്യം ഈ ഫിഗർ വരച്ചേ. നിങ്ങൾ ഫൂട്ടിങ് ഡിസൈൻ ഒന്നും എത്തിയില്ലല്ലോ DCSൽ? ഇല്ല. 1 വേ സ്ലാബ് 2 വേ സ്ലാബ് അത്രയൊക്കെ അല്ലേ ആയിട്ടുണ്ടാവുള്ളൂ. സ്ലാബ് ബീമും സ്ലാബും ഒക്കെ അല്ലേ ആയിട്ടുണ്ടാവുള്ളൂ. സ്ലാബ് എത്തിയില്ല. ഇനി അതിന് ഫൂട്ടിങ് ഉണ്ട്. ഫിഗർ വരച്ച് പറയണേ. വരച്ചോ? D കാണിച്ചാൽ ടോട്ടൽ വിഡ്ത്ത് ആണോ, അതെ ഫേസ് മുതൽ എഡ്ജിലേക്കുള്ളതാണോ? ഇത് ടോട്ടൽ ഡെപ്ത് അല്ല, അതിന്റെ തിക്നെസ് ആണ്. അല്ല, അപ്പുറം ഒരു D കാണിച്ചിട്ടുണ്ട് താഴെ. ആ D/2 അപ്പുറം ഒരു D കാണിച്ചാണ്. D/2 കാണിച്ചാൽ മാക്സിമം ഡയഗണൽ ഷിയർ വരെയുള്ള ഡിസ്റ്റൻസ് ഈ ഫേസിൽ നിന്ന്, നമ്മൾ കൊടുക്കുന്ന വോളിന്റെ ഫേസിൽ നിന്ന് സെന്റർ വരെ. സെന്റർ അല്ല, D ഡിസ്റ്റൻസിലായിരിക്കും, മാറിയായിരിക്കും. അപ്പൊ ഇപ്പുറ സൈഡിൽ D/2 കാണിച്ചേക്കുന്നത് സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്. ഇതിൽ നിന്ന് തന്നെയാണ്. അല്ല, ഈ വോൾ ഫേസിൽ നിന്ന് D/2 ആണ്. പഞ്ചിങ് ഷിയർ ഉണ്ടാവുന്ന ക്രിട്ടിക്കൽ പോയിന്റ് ആണത്.
മാക്സിമം അപ്പൊ ഇത്ര ബെൻഡിങ് ഡി മൊമെന്റ് കാണിച്ചു ഉണ്ടാവുന്ന ഈ വോൾ ഫേസിന്റെ ലൈനിലാണ്. ഡയഗണൽ ഡി ഷിയർ കാണിച്ചു വരുന്നത് ഈ ഡി ഡിസ്റ്റൻസ് ആണ്. ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇതിന്റെ തിക്നെസ് ആണ്, ഫൗണ്ടേഷന്റെ തിക്നെസ്, ഡെപ്ത് അല്ല. വരച്ചേക്കണ കാണുമ്പോ രണ്ടും D/2 തന്നെ ഉള്ളൂ എന്ന് ഓർത്താ അങ്ങനെ ആ ഓക്കെ ഓക്കെ, അത് ഈ സ്കെയിൽ ചെയ്ത് വരയ്ക്കാത്തോണ്ടാ. ഇത് ക്രിട്ടിക്കൽ പോയിന്റ്സാ അത്. ഓക്കെ, വരച്ചു. ഓക്കെ. ഇത് ഒരു സ്ട്രിപ്പ് കോട്ടിംഗ് ആണ്. ഇതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് Q തന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത വോളിന്റെ സൈസ് ആണ് B. നമ്മൾ കൊടുക്കുന്ന ഫൗണ്ടേഷന്റെ ഡെപ്ത് അല്ല, അതിന്റെ തിക്നെസ് D ആണ്. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത്, ഫൗണ്ടേഷന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് B ആണ്. നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയണം, RCC നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയും. എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. യൂഷ്വലി ഒരു ഫൗണ്ടേഷന് ഡിസൈൻ ചെയ്യുമ്പോൾ 3 ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് വരുന്നത്. ഒന്നാമത്തത് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഒരു ഫൗണ്ടേഷനിൽ എപ്പോഴും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് ഇതാണ് വോളെങ്കിൽ, അതായത് നമ്മുടെ ആ കോളം പൊങ്ങി പോകുന്ന കോളം അല്ലെങ്കിൽ വോള് പൊങ്ങി പോകുന്ന ആ ഫേസ് ലൈൻ എവിടെയാണോ ആ ലൈനിന് നേരെ താഴെ വരുന്ന ആ ഒരു ലൈനിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മാക്സിമം ഡയഗണൽ ഷിയർ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് ഈ വോൾ ഫേസിൽ നിന്നും നമ്മൾ ഇതിന് കൊടുക്കുന്ന ഡെപ്ത് എത്രയാണോ, ഈ ഫൗണ്ടേഷന് കൊടുക്കുന്ന ഡെപ്ത് എത്രയാണോ ആ വോൾ ഫേസിൽ നിന്ന് ആ ഡിസ്റ്റൻസ് മാറിയായിരിക്കും ഡയഗണൽ ഷിയർ ഡെവലപ്പ് ചെയ്യുന്നത്. എന്താണ് ഡയഗണൽ ഷിയർ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? വെറും ഷിയറിന് കേട്ടിട്ടുള്ളൂ, ഡയഗണൽ ഷിയർ. ഡയഗണൽ ഷിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷിയർ സ്ട്രെസ് വന്നു കഴിയുമ്പോൾ ക്രാക്സ് ഡയഗണലി ഫോം ചെയ്യും. ഇപ്പം നമ്മൾ 1 വേ ഷിയർ 2 വേ ഷിയർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബീമിലൊക്കെ ഉണ്ടാവുന്ന പോലെ 1 വേ ഷിയർ 2 വേ ഷിയർ. ഇതാരും കേട്ടിട്ടില്ലേ? അങ്ങനെ കേട്ടിട്ടില്ല. ഒരു പടം വെച്ച് കാണിക്കോ? ഡയഗണൽ ഷിയർ കണ്ടിട്ടുണ്ടോ? ഡയഗണൽ ഷിയർ കണ്ടിട്ടില്ല? പടം വരച്ച് കാണിക്കാം. അത് അതിന്റെ പോയിന്റ് ആണ്, ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം. നോക്കട്ടെ, വേറെ ഫോട്ടോ. ഡയഗണൽ ഷിയർ ഇൻ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ടെൻഷൻ ഫെയിലിയർ ആണ്. അത് നെറ്റിൽ അടിച്ചു കൊടുത്ത ഫിഗർ കാണിച്ചു തരാം, അതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. ഫിഗർ കാണിച്ചു തരാം, സെക്കൻഡ് ലോഡ് ആവട്ടെ. ബെൻഡിങ് ഷിയർ ഫൂട്ടിംഗ്
DCS-ൽ ഇത് പഠിക്കും കുറച്ച്. ഇതിനകത്ത് ഏത് ഇമേജിലുള്ളതെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. കേൾക്കാമോ? അല്ല അത് ഓൺ ആയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഇപ്പൊ Next is two-way or punching shear in footings. So the shear acting all along the perimeter of a column can punch the column in the footing slab and is called two-way or punching shear. So here we can see the diagonal crack appear on both sides or on the four side of the column, and the column ഡയഗണലി ഷീർ വരും 4 സൈഡിലും. ഈ റെഡ് മാർക്ക് ചെയ്തേക്കണുണ്ടോ? ഓക്കെ, will be punched out of this slab, and this appear all along the column. So this type of shear is termed as two-way or punching shear. The punching shear failure are ഇങ്ങനെ ഇപ്പൊ മനസ്സിലായി. ഇതാണ് പഞ്ചിങ് ഷീർ. ഓക്കെ, two-way shear failure is critical around the column perimeter at a distance d by 2. So in case പഞ്ചിങ് ഷിയർ ഉണ്ടാവുന്ന ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 2-വേ ഷിയർ ഫെയിലിയർ എന്ന് പറയും അതിനെ. അതാണ് d/2 ഡിസ്റ്റൻസിലായിരിക്കും, ഫേസിൽ നിന്ന് d/2 ഡിസ്റ്റൻസിലായിരിക്കും ഈ ഷിയർ ഫെയിലിയർ സംഭവിക്കുന്നത്. case of two-way shear, we consider the critical section at a distance d by 2 from the face of column. So here the distance from the face up to this critical section is d by 2. D is the effective depth of slab. And the applied shear can be calculated. Applied two-way shear can be calculated by multiplying the contact pressure under this foundation or under this footing slab multiplied by the area of footing outside the critical parameter. So if we see QU multiplied by, this is the ഇത് നിങ്ങൾ ഡിസൈനിൽ പഠിക്കും, DCS-ൽ പഠിക്കും. ഞാൻ ജസ്റ്റ് ആ പോയിന്റ് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ പോകുമ്പം ഈ ഷിയർ ഒന്നും കണ്ടുപിടിക്കുന്നൊന്നുമില്ല. ഷിയർ വെച്ചിട്ട് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം എന്ന് നമ്മൾ പറയുള്ളൂ. നമ്മൾ സോയിലിന്റെ പ്രഷർ വെച്ച്, കോണ്ടാക്ട് പ്രഷർ വെച്ച് സേഫ് ആണെന്ന് മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുള്ളൂ GT-ൽ. ഓക്കെ, total area minus the area of footing inside this critical section. So this area, this unshaded area. So if we subtract this unshaded area out of this total area, we will get this shaded area, and the load acting on this shaded area will cause two-way or punching shear. Okay, next is how we can calculate the this meter using this factor value punching. So we need to select the thickness such that this equation ഷിയർ എന്താണ്? പഞ്ചിങ് ഷിയർ ക്ലിയർ ആയോ? ഡയഗണലി ഫോം ചെയ്യുന്ന അതാണ് പഞ്ചിങ്. ഇനി ഡയഗണൽ ഷിയർ ആണ്. ഡയഗണൽ ഷിയറിന്റെ ഒരു വീഡിയോ എവിടെ ഉണ്ടായിരുന്നു നോക്കട്ടെ കേട്ടോ. വൺ വേ ഷിയർ അല്ലേ അത്? one-way shear in footing. So it is a beam type shear leading to diagonal tension failure. So just like beam, we have a failure, diagonal failure, diagonal tension failure. കണ്ടോ, ഡയഗണലി ഈ വോൾ ഫേസിന്റെ, അതായത് നമ്മുടെ വോൾ ഫേസിന്റെ ഡയഗണലി ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അത് യൂഷ്വലി സ്ട്രിപ്പ് ഫൂട്ടിങ്ങിനല്ല, ഫൂട്ടിങ്ങിന് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന ഫെയിലിയർ ആണ് ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ. അത് ടെൻഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അതിന്റെ ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ വോൾ ഫേസിൽ നിന്ന് d ഡിസ്റ്റൻസ് മാറിയായിരിക്കും. ഓക്കെ, ഹലോ, in slabs, so applicable particularly. ചെരിഞ്ഞാവുമ്പോ d ഡിസ്റ്റൻസ് താഴെയാണോ അതോ മുകളിൽ ഫേസ് ചെയ്യുന്നോ? പ്ലാനിൽ നോക്കണം. ഇത് നമുക്ക് ക്രോസ് സെക്ഷനിലല്ലേ നമ്മൾ ഈ പറയുന്നേ. പ്ലാൻ അതെ, എടുക്കുമ്പോൾ ആ താഴെയല്ലേ നിക്ക് ഞാൻ d മാർക്ക്. ഈ ഡിസ്റ്റൻസ് ഇതല്ലേ കോളം?
ആ ഈ ഇരിക്കണയാണ് നമ്മുടെ വോള്. ഇതിൽ നിന്ന് വോൾ ഫേസിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് മാറി, ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് മാറി, ഈ ഡാർക്ക് ഷെയ്ഡ് കാണിച്ചിട്ടില്ലേ, അവിടെ ആയിരിക്കും മാക്സിമം ഡയഗണൽ ഷിയർ വരുന്നത് ഈ ഏരിയയില്. ഓക്കെ, അല്ല അതിന്റെ ക്രോസ് സെക്ഷൻ കാണിച്ചത് ശരിക്കും താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഫേസിലേക്കാണല്ലോ. ഇങ്ങനെയല്ലേ ഇത്? ഡിയുടെ താഴ്ഭാഗത്താണല്ലോ, ഫുട്ടിങ്ങിന്റെ അടിയിലല്ലേ? അത് ഡയഗണലി ആണ്, അവിടെ ടെൻഷൻ കൊണ്ടാണ് ആ ക്രാക്ക് ഫോർമേഷൻ ശരിക്കും നടക്കണേ. ഓക്കെ, അത് ഡയഗണലി ആണ് ഫോം ചെയ്യുന്നത്. അത് ടെൻഷൻ ആണ്, ടെൻസൈൽ ക്രാക്ക് ആണ് ശരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡയഗണൽ ടെൻസൈൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ സെക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ മാക്സിമം ടെൻഷൻ ആ ഡയഗണൽ ഷിയർ ഉണ്ടാവുന്നത് ആ കോളം ഫേസിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയുള്ള ഒരു പോയിന്റിലാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഫൂട്ടിങ് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഞാൻ ഇനി അത്രയും പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്താണ്. അയ്യോ, സ്റ്റക്കായി പോയോ? ഓക്കെ, നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാം. ഓക്കെ, ഇത് ഞാൻ ക്രോസ് സെക്ഷൻ വരച്ചേക്കണേ. ഇനി ഇതിന്റെ പ്ലാൻ വ്യൂ കാണിച്ചു തന്നാൽ താഴത്തെ ഇതിലാണ് ഞാൻ പ്ലാൻ വ്യൂ വരച്ചത് കാണിച്ചു കൊടുത്ത കുട്ടികൾക്ക്. അതിനകത്ത് കണ്ടോ, എപ്പോഴും ഇങ്ങനെയായിരിക്കും. പഞ്ചിങ് ഷിയർ എന്ന് പറയുന്നത്, മാക്സിമം ഡയഗണൽ ഷിയർ എന്ന് പറയുന്നത് കോൾ ഫേസിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് മാറി, അതാണ് ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. പഞ്ചിങ് ഷിയർ എന്ന് പറയുന്നത് d/2 ഡിസ്റ്റൻസിലും. ഇതാണ് നമ്മുടെ കോളം. ഓക്കെ, താഴേക്ക് വരുമ്പോൾ ഇനി ആ ഫിഗർ പ്ലാൻ വ്യൂ കൂടെ വരച്ചിട്ടുള്ളത് കാണിച്ചു തരാം. ഇനി ഇതിന്റെ സ്റ്റെപ്പ് പറയാം. ഫിഗർ വരച്ചു കഴിഞ്ഞില്ലേ? RCC ഫൂട്ടിങ്ങിന്റെ ഡിസൈനാണ്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫൂട്ടിങ്ങിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കണം. B ആണ് വിഡ്ത്തിന്റെ സൈസ് കണ്ടുപിടിക്കണം. അത് തന്നിരിക്കുന്ന ലോഡ് ബൈ അലൗബിൾ ആയിട്ടുള്ള സോയിൽ പ്രഷർ എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം, എത്ര സോയിൽ പ്രഷർ ആക്ച്വലി ഉണ്ടാവുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ചെക്ക് ചെയ്യണം Q0 ലെസ് ദാൻ QNO ആണോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്ത വിഡ്ത്ത് സേഫ് ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന് ബെൻഡിങ് മൊമെന്റും ക്രിട്ടിക്കൽ സെക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യണം. ആ ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ചെയ്യണേ. ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. അപ്പം ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ അറ്റ് ദി ഫേസ് ഓഫ് ദി മോണോലിത്തിക് വാൾ. നമ്മുടെ ആദ്യത്തെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞത് ഫേസിലാണ്. ഓൾറെഡി ഞാൻ കാണിച്ചു തന്നു. ഈ വാൾ ഫേസ് എവിടെയാണോ ആ ഫേസിന്റെ മോണോലിത്തിക് ആയിട്ട് അങ്ങനെ പോകുന്ന പോയിന്റിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്നത്. ആ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയേക്കണേ. M = Q0 ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ B. ക്യാപിറ്റൽ ലെറ്റർ B എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ കണ്ടുപിടിച്ച ഫൗണ്ടേഷന്റെ സൈസ്. സ്മോൾ ലെറ്റർ B എന്ന് പറഞ്ഞാൽ വോളിന്റെ സൈസ് ഡിവൈഡഡ് ബൈ 8. B - B ഹോൾ സ്ക്വയർ ബൈ 8. ഓക്കെ, ഇനി അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഹാഫ് വേ ബിറ്റ്വീൻ സെന്റർ ലൈൻ ഓർ എഡ്ജ് ഓഫ് ദി വോൾ ഫോർ ഫൂട്ടിംഗ് അണ്ടർ മേസൺറി വാൾ. മേസൺറി വാൾ ആണെങ്കിൽ ഹാഫ് വേ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ലൈൻ ആൻഡ് എഡ്ജ് ഓഫ് ദി വാൾ ആയിരിക്കും. ഇനി മൊമെന്റ് കണ്ടുപിടിച്ചു. മൊമെന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഡയഗണൽ ഷിയറിന് ചെക്ക് ചെയ്യണം. ഡയഗണൽ ഷിയറിന് ചെക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് എടുക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. വോൾ ഫേസിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയുള്ള പോയിന്റ്. ഇതാണ് മാക്സിമം ഡയഗണൽ ഷിയർ വരുന്ന പോയിന്റ്. അത് വോൾ ഫേസിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയായിരിക്കും. അവിടെയുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും. നമ്മൾ കൊടുത്ത ഡെപ്തിന് അല്ലെങ്കിൽ ഈ ഡെപ്ത് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ കൊടുത്ത ഡെപ്ത് അത് ലോക്കയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഈ 4 സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ RCC ഫൂട്ടിങ്ങിന്റെ ഡിസൈൻ. സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണെങ്കിൽ RCC ചെയ്യാം. സ്റ്റെപ്പ് വേഗം എഴുതാനുള്ളവർ
താഴേക്ക് കാണിക്കാറാൻ പറയണം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ മാത്രം എഴുതിയാലും മതി. ഇനി കുറച്ചുകൂടെ മാറ്റിക്കോ. കുറച്ചുകൂടെ മാറ്റിക്കോ. കുറച്ചും കളിക്കാൻ കാണിക്കാം. ഇവിടെ ഇത് എഴുതിയോ? ഈ പോർഷനാ വേണ്ടത്. ആ, താഴേക്ക് കാണിക്കട്ടെ. എഴുതിയോ? ഓക്കെ. ഇനി ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു കോളത്തിൻ്റെ അടിയിൽ ഇൻഡിവിജ്വലി കൊടുക്കുന്ന ഫൂട്ടിംഗ് ആണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. അതും PCC ഉണ്ട്, RCC ഉണ്ട്. ഓക്കെ. PCC നമ്മൾ ചെയ്യുന്നത് RCC സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൻ്റെ PCC എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഡിസൈൻ സിമിലർ ടു PCC തന്നെയാണ്. തിക്നെസ് ഓഫ് ദ ഫൂട്ടിംഗ് ഈസ് ട്വൈസ് ദി പ്രൊജക്ഷൻ ലൈൻ. പ്രൊജക്ഷൻ ലൈൻ എത്രയാണോ അതിൻ്റെ ട്വൈസ് ആയിരിക്കും നമ്മൾ തിക്നെസ് ഫൂട്ടിങ്ങിന് കൊടുക്കുക. വിഡ്ത്ത് എന്ന് പറയുന്നത് യൂഷ്വലി 45 ഡിഗ്രി ഇൻക്ലിനേഷൻ, അതായത് ഒരു നോർമൽ എടുത്തിട്ട് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ വരച്ചിട്ട് എത്രയാണോ ഫൂട്ടിങ്ങിന് വിഡ്ത്ത് വരുന്നത് ആ ഫൂട്ടിങ്ങിൻ്റെ ആ കിട്ടുന്ന ലെങ്ത് ആയിരിക്കും നമ്മൾ യൂഷ്വലി വിഡ്ത്ത് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കണം. എത്ര ഏരിയയിൽ
ഫൂട്ടിംഗ് കൊടുക്കണം എന്ന് അറിയണം. അത് കണ്ടുപിടിക്കുന്നത് ലോഡ് ബൈ അലൗബിൾ സോയിൽ പ്രഷറാണ്. അതിനുശേഷം ആക്ച്വൽ സോയിൽ പ്രഷർ എത്രത്തോളമാണോ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഇത്രയും സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് നമ്മൾ PCC ആണെങ്കിൽ ഡിസൈൻ ചെയ്യാം. PCC ഒന്നും ചോദിക്കാറില്ല, RCC ആണ്. RCC ഓൺ സ്ട്രിപ്പും RCC സ്പ്രെഡും, ഇത് രണ്ടുമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. നിങ്ങൾ സ്റ്റെപ്പ് എഴുതാൻ ചോദിച്ചെങ്കിലേ ഉള്ളൂ. ബ്രേക്ക് തരാമേ. RCC യുടെ ഡിസൈൻ്റെ സ്റ്റെപ്പ് പറഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് തരാം. പിന്നെ അത് കഴിഞ്ഞ് വന്ന് 2 പ്രോബ്ലം, RCC സ്ട്രിപ്പും RCC സ്പ്രെഡും അല്ലെങ്കിൽ ഐസൊലേറ്റഡ്, 2 പ്രോബ്ലം ചേർന്ന് ആ സെക്ഷൻ അങ്ങ് തീരും. ഡിസൈൻ ഓഫ് ഐസൊലേറ്റഡ് അല്ലെങ്കിൽ സ്പ്രെഡ് ഫൂട്ടിംഗ് ആണ്. ഡിസൈൻ ഓഫ് ഐസൊലേറ്റഡ് അല്ലെങ്കിൽ സ്പ്രെഡ് ഫൂട്ടിംഗ്, അതിൻ്റെ PCC ഡിസൈൻ ആദ്യത്തെ. എഴുതിയോ? ഓക്കെ, ഇനി RCC ആണ്. ഫിഗർ ഞാൻ കാണിച്ചു തരാം. സോറി, ഇനി RCC ഫൂട്ടിംഗ് ആണ്. ഞാൻ സ്റ്റെപ്പ് പറയാം, അതിനുശേഷം ഞാൻ ഫിഗർ കാണിച്ചു തരാവേ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കണം. എത്ര ഏരിയയിൽ നമ്മൾ ആ കോളത്തിന് ചുറ്റും ഫൂട്ടിംഗ് കൊടുക്കണം എന്നുള്ള കണ്ടുപിടിക്കണം. ആ ഏരിയ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ലോഡ്, ആ കോളത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഡിവൈഡഡ് ബൈ സോയിലിന് അലൗബിൾ ആയിട്ടുള്ള പ്രഷർ, അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും. ആ കിട്ടുന്ന ഏരിയനെ നമ്മൾ ആക്ച്വൽ ഏരിയ എന്ന് പറയും. ആ ഏരിയ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോയിൽ പ്രഷർ, തന്നിരിക്കുന്ന സോയിൽ പ്രഷറുമായിട്ട് സേഫ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ Q0 കണ്ടുപിടിക്കണം, Q ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഏരിയ. അതിനുശേഷം തൊട്ട് മുകളിൽ പറഞ്ഞ പോലെ തന്നെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ട്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് എവിടെയാണ്? കോളം ഫേസിൽ വരുന്ന ആ ലൈനിൽ കൂടെ തന്നെയാണ്. അപ്പോൾ ആ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് Q0 ഇൻറ്റു B മൈനസ് സ്മോൾ ലെറ്റർ b ഹോൾ സ്ക്വയർ ഇൻറ്റു B ബൈ 8. നേരത്തേൽ ഈ ഇക്വേഷൻ എഴുതിയപ്പം ഇൻറ്റു ഒരു B, വിഡ്ത്ത് ഓഫ് ദി ഫൂട്ടിംഗ് ഇല്ലായിരുന്നു. കാരണം അവിടെ പെർ മീറ്റർ ലെങ്ത്തിലുള്ള മൊമെന്റ് ആയിരുന്നു നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇൻറ്റു B ഇല്ലാതിരുന്നത്. അപ്പം Q0 ഇൻറ്റു B മൈനസ് B ഹോൾ സ്ക്വയർ ഇൻറ്റു B ബൈ 8 ആണ്. ഡയഗണൽ ഷിയർ കാണാനുള്ള ഇക്വേഷൻ F ഇസ് ഈക്വൽ ടു Q0 ഇൻറ്റു B മൈനസ് B ബൈ 2 മൈനസ് B. അതിനുശേഷം ഓവറോൾ ഡെപ്ത് പഞ്ചിങ് ഷിയർ വെച്ചുകൊണ്ട്, സേഫ് പഞ്ചിങ് ഷിയർ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
എത്രത്തോളം ഡെപ്ത് നമ്മൾ ഇഫക്റ്റീവ് ഡെപ്ത് നമ്മൾ ആ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഓവറോൾ ഡെപ്ത് നമ്മൾ കൊടുക്കണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷനാണ് ഈ ലാസ്റ്റ് തന്നിരിക്കുന്നത്. അതിൽ സിഗ്മ എസ് പി എന്ന് പറയുന്നത് സേഫ് പഞ്ചിങ് ഷിയർ ആണ്. പഞ്ചിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സേഫ് പഞ്ചിങ് ഷിയർ ആണ് സിഗ്മ എസ് പി എന്ന് പറയുന്നത്. അത് യൂഷ്വലി നമ്മൾ കൊടുക്കാറുള്ള വാല്യൂ 1000 kN/m² ആണ്. അത് കൺസിഡർ ചെയ്തുകൊണ്ട് എത്ര ഡെപ്ത് നമ്മൾ ഫൗണ്ടേഷന് കൊടുക്കണമെന്ന് ഈ ഇക്വേഷനിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഡെപ്ത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ബോണ്ട് ഫോഴ്സ്, മാക്സിമം ബോണ്ട് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ബോണ്ട് ഫോഴ്സും ഈ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇതാണ് നമ്മുടെ ഫിഗർ. പഞ്ചിങ് ഷിയർ ഉണ്ടാവുന്ന d/2 കോളം ഫേസിൽ നിന്ന് d/2 ഡിസ്റ്റൻസ് മാറി. മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഈ കോളം വരുന്ന ആ ഫേസിൽ, കോളം ഫേസിന്റെ അതേ ലൈനിൽ തന്നെ ഡയഗണൽ ഷിയർ വരുന്നത് കോളം ഫേസിൽ നിന്ന് d ഡിസ്റ്റൻസ് മാറി. ഇതാണ് അതിന്റെ പ്ലാൻ വ്യൂ. വിഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. വിഡ്ത്തും ലെങ്ത്തും വിഡ്ത്തും ഈ കുഞ്ഞ് സൈസിൽ, ഇതാണ് കോളം. ആ കോളത്തിന്റെ അതേ ഫേസിൽ വരുന്നതാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. പഞ്ചിങ് ഷിയറും വരുന്നത് d/2 ഡിസ്റ്റൻസ് മാറി. ഡയഗണൽ ഷിയർ വരുന്നത് d ഡിസ്റ്റൻസ് മാറി. ഇതാണ് ഫിഗർ. ഓക്കെ, ഈ ഫിഗർ ആദ്യം വരയ്ക്കുക, എന്നിട്ട് സ്റ്റെപ്പ് എഴുതാം. മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്ന ഏരിയ ആണ് ഈ ഷെയ്ഡ് ചെയ്ത് കാണിച്ചേക്കുന്നത്, ലോഡഡ് ഏരിയ ഫോർ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. അതുപോലെ തന്നെ ഈ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന റീജിയനിലാണ് ഡയഗണൽ ഷിയർ മാക്സിമം വരുന്നത്. അതുപോലെ തന്നെ പഞ്ചിങ് ഷിയറും വരും ഈ d/2 ഡിസ്റ്റൻസ് മാറി വരുന്ന ഏരിയയിൽ. ഇല്ല മിസ്സേ.
വരച്ചു കഴിഞ്ഞോ? വരച്ചു കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? ഇല്ല മിസ് വരയ്ക്കുന്നു. നിങ്ങൾ നോട്ട് നോക്കി വരയ്ക്കാൻ വന്നാൽ ഞാൻ സ്റ്റെപ്പ് കാണിച്ചു തരാം. സമയം വെറുതെ പോണേ. ഓക്കെ. ഓക്കെ, ഞാൻ സ്റ്റെപ്പ് കാണിക്കാവേ. സ്റ്റെപ്പ് വേഗം എഴുതിയെടുക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അത് ആവശ്യമേ. ഓക്കെ, സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ആ ഫിഗർ ഇട്ടേക്കാം. എന്നിട്ട് ഞാൻ ബ്രേക്ക് തരാം. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ കയറാം. ടൈം എപ്പോഴാണ് വിടുന്നത് നോക്കട്ടെ. വേഗം എഴുതിയാൽ വേഗം വിടാം. എന്നിട്ട് 2 പ്രോബ്ലോഡ് ചെയ്തിട്ട് ക്ലാസ് വൈൻഡ് ചെയ്യാം ബ്രേക്ക് കഴിഞ്ഞിട്ട്. പേപ്പർ എല്ലാവരും കൊണ്ടുവച്ചോട്ടുണ്ടോ അവിടെ? ആൻസർ ഷീറ്റ് കൊണ്ടുവയ്ക്കാത്ത എത്ര പേരുണ്ടോ? ഞാൻ നോക്കിയില്ല, എനിക്ക് കുറേ പേപ്പർ കിട്ടി. ആരൊക്കെ ഉണ്ടെന്നൊന്ന് അറിയാൻ ചോദിച്ചതാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആരാണ്? ആദർശ്. ഓക്കെ, ഒരാളായി. ഇനി ആരെങ്കിലും ഉണ്ടോ? എന്താ? അയ്യോ, ക്ലിയർ ആയില്ലല്ലോ. ആരാണ് സംസാരിച്ചത്? രണ്ടും എനിക്ക് ക്ലിയർ ആയില്ല. ഹലോ, അമൽ, ഇർഷാദും ആർഷും രണ്ടുപേരും വെച്ചിട്ടില്ല. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? മുഹമ്മദ് റിയാസ് ഉണ്ടോ? ക്ലാസ്സിലുണ്ടോ? നാളെ ഇന്നും ഇല്ലേ? ഈ റിയാസ് എന്ന് പറയുന്ന ആളെ കോണ്ടാക്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ലാബിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. സുഭാഷ്, ഹലോ, സുഭാഷ് ഉണ്ടോ? സുഭാഷ് ഇല്ല. ഉണ്ടായിരിക്കും, ഓൺ ചെയ്തിട്ട് എവിടെയെങ്കിലും പോയേക്കാണോ? സാറുണ്ടായിരുന്നു ജോയിൻ. കാണും. ഉണ്ട്, ഓൺ ചെയ്തിട്ടേക്കുക. ഈ റിയാസ്, മുഹമ്മദ് റിയാസ് ആള് എന്താണ് ക്ലാസ്സിൽ കയറാത്ത? ഞാൻ സുഭാഷ് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു, പിന്നെ ഒരു വിവരം കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയാട്ടോ. പുള്ളിക്കാരൻ ഓണാഘോഷ പരിപാടിക്ക് ഉണ്ടായിരുന്നു. അല്ല, ക്ലാസ്സിൽ എന്താ കയറാത്ത? അതാ എനിക്കറിയണ്ടേ. ഞാൻ നാളെ ഞാൻ മിസ്സിനെ വിളിക്കാട്ടോ. ശരി ശരി ശരി, ഓക്കെ. എഴുതിയോ? 4 സ്റ്റെപ്പ് എഴുതിയോ? സ്പീഡിൽ ജസ്റ്റ് ഇക്വേഷൻ മാത്രം എഴുതിയാലും മതി. നിങ്ങൾ റഫായിട്ട് എഴുതിയാലും മതി. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഇക്വേഷൻ അറിയണം.
എഴുതിയോ? എഴുതി മിസ്. ഓക്കെ, ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് ഇത്. ദെൻ നിങ്ങൾ ഫിഗറും കൂടെ വരച്ചോളാം. ഓക്കെ, 8:55 9:15 ജോയിൻ ചെയ്യാമോ? ബ്രേക്ക് കഴിഞ്ഞ് 2 പ്രോബ്ലം ഉണ്ട്, ചെറിയ 2 പ്രോബ്ലം. ആ 2 പ്രോബ്ലം ചെയ്ത് നമുക്ക് നിർത്താം. ഓക്കെ, 9:15 കയറാമോ? ഓക്കെ മിസ്. ഓക്കെ ഓക്കെ, തന്ന ഡീറ്റെയിൽസ് എടുത്ത് എഴുതുക. അതിനുശേഷം സ്റ്റെപ്പ് 1, വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ് കണ്ടുപിടിക്കണം. വിഡ്ത്ത് ബി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ എന്നെ ആണ്. തന്നിരിക്കുന്ന ലോഡ് വോൾ ലോഡ് ആയതുകൊണ്ട് പെർ മീറ്റർ ലെങ്ത്തിൽ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ വിഡ്ത്ത് നമുക്ക് 4 മീറ്റർ എന്ന് കിട്ടും. എന്നിട്ട് എഴുതി വയ്ക്കുക, പ്രൊവൈഡ് എ വിഡ്ത്ത് ഓഫ് 4 മീറ്റർ. ഇത് നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ കുറച്ച് ലോജിക് ഇല്ലായ്മയൊക്കെ ഇല്ലേ എന്നൊക്കെ തോന്നാം, പക്ഷെ ഡിസൈൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിയോ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആക്ച്വൽ ആയിട്ട് നമ്മൾ ഈ കൊടുത്ത വിഡ്ത്തിനനുസരിച്ച് എത്രമാത്രം സോയിൽ പ്രഷർ ആ സോയിലിന് താങ്ങാൻ പറ്റും, അതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുക. അപ്പോൾ ആക്ച്വൽ അവൈലബിൾ അലൗബിൾ സോയിൽ പ്രഷർ ഇസ് ഈക്വൽ ടു Q0 ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ Q ഡിവൈഡഡ് ബൈ പ്രൊവൈഡഡ് വിഡ്ത്ത്. നമുക്കിവിടെ 4 മീറ്റർ തന്നെ കിട്ടി, 4 മീറ്റർ തന്നെ കൊടുത്തു. നമ്മൾ കുറച്ച് കൂട്ടിയാ കൊടുത്തതെങ്കിൽ ഇവിടെ ഈ പ്രഷറിന് വേരിയേഷൻ വരും. ക്ലിയർ ആയോ? തന്ന് കിട്ടിയ 4 മീറ്റർ തന്നെ നമ്മൾ കൊടുത്തോണ്ടാണ് ഈ പ്രഷർ അലൗബിൾ ആക്ച്വൽ പ്രഷറും 200 തന്നെ വന്നത്. അല്ലാത്ത കേസിൽ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തൊക്കെ കൊടുക്കുന്ന കേസുകളിൽ Q0യുടെ വാല്യൂവിൽ വ്യത്യാസം വരും. Q0 equal to 200 kilonewton per meter square. അടുത്ത തേർഡ് സ്റ്റെപ്പ് ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്, Q0 into B minus B whole square by 8. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് വരെ എഴുതിയോ? ഇനി നമ്മൾ ചെയ്യുന്നത് ഡയഗണൽ ഷിയർ കണ്ടുപിടിക്കണം. ആ ഇക്വേഷൻ എഴുതണം. ആ ഇക്വേഷൻ എഴുതുമ്പോൾ അതിനകത്തൊരു ഡെപ്ത് ഉണ്ട്. അപ്പം നമ്മളൊരു ഡെപ്ത് അസ്യൂം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. സാധാരണ നമ്മൾ DCSൽ ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെന്റ് കിട്ടും, ആ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് നമ്മൾ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിച്ചതിന് ശേഷമാണ് റീഇൻഫോഴ്സ്മെന്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുമ്പം ആ ഒരു DCS കൺസെപ്റ്റിലേക്ക് ചെയ്യില്ല, ജസ്റ്റ് ഒരു ഡെപ്ത് നമ്മൾ അസ്യൂം ചെയ്യും. ആ ഡെപ്തും ഒരു കവറും നമ്മൾ അസ്യൂം ചെയ്തതിന് ശേഷം ഡയഗണൽ ഷിയറും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അത്ര മാത്രമാണ് നമ്മൾ GTയിൽ ചെയ്യാറുള്ളൂ. DCSൽ നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാ, ഒരു ബീം ഡിസൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കും. ആ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് അല്ലേ നമ്മൾ കൊടുക്കുന്നത്. ദെൻ അതിന് കറസ്പോണ്ടിങ് റീഇൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഹലോ, അതേപോലെ തന്നെയാണ് ശരിക്കും ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ജിയോ ടെക്നിക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആകെ ചെക്ക് ചെയ്യുന്നത് ഈ സ്റ്റെപ്പ് 2 ഇല്ലേ, Q0. ആ Q0 എന്ന് പറയുന്നത് QN കുറവായിരിക്കണം. Q0 should be always less than QN.
ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാണ് ജിയോ ടെക്നിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. മിനിമം അത്രയെങ്കിലും, അത് കുറഞ്ഞ് അല്ലെങ്കിൽ അത്രയും, അതിന് കൂടാൻ പാടില്ല. അത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വിഡ്ത്ത് അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. അതായത് ലോഡ് ഒന്നുകൊണ്ട് ആ വിഡ്ത്തിൽ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ മീനിങ്. നമ്മൾ സോയിലിന്റെ കപ്പാസിറ്റി വെച്ചിട്ട് മാത്രമാണ് ജിയോടെക്കിൽ ഇത് ഡിസൈൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ DCS പഠിക്കുമ്പം കുറച്ചും കൂടെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ഇത് നോക്കുമ്പോൾ നിങ്ങൾ ഇത് അത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. നമ്മൾ GT ചെയ്യുമ്പം സോയിലിന്റെ സ്ട്രെങ്ത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ സേഫ് ആണോ എന്ന് പറയുന്നത്. അല്ലാതെ മൊമെന്റോ ഷിയർ റീഇൻഫോഴ്സ്മെന്റോ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് മൊമെന്റും കണ്ടുപിടിക്കും, ഡയഗണൽ ഷിയറും കണ്ടുപിടിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ചെയ്യണമെങ്കിൽ ഇനി ചെയ്യാം. ഈ മൊമെന്റിന് കറസ്പോണ്ടിങ് ഉള്ള ഡെപ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ആ ഡെപ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഡയഗണൽ ഷിയർ കണ്ടുപിടിക്കാം. അത്രയൊന്നും നമ്മൾ GT ചെയ്യാൻ പറയുന്നില്ല. അപ്പം ജസ്റ്റ് നമ്മൾ ഡെപ്ത് അസ്യൂം ചെയ്യും. ഒരു കവറും നോമിനലി കൊടുക്കേണ്ട കവർ ഉണ്ടല്ലോ IS കോഡ് പ്രകാരം ഫൂട്ടിങ്ങിനൊക്കെ, ആ കവറും നമ്മൾ അസ്യൂം ചെയ്യും. അതിനുശേഷം ഡയഗണൽ ഷിയറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അത്രയാണ് നമ്മളൊരു ഡിസൈനിൽ GT ബേസിസിൽ ചെയ്യാറുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മിസ് അപ്പൊ 52 എന്നാണ് എഴുതിയേക്കണേ. 0.52 meters അസ്യൂം ചെയ്ത് 0.52 മീറ്റർ അസ്യൂം ചെയ്യുന്നു. ഒരു കവർ കൊടുക്കുന്നു. കവർ ഫുട്ടിങ്ങിന് യൂഷ്വലി 40 to 60 mm ഒക്കെ അല്ലേ കൊടുക്കുക. അപ്പോൾ 60 mm കൊടുത്തു. ദെൻ അതിൽ നിന്ന് ഡയഗണൽ ഷിയറിന്റെ വാല്യൂ F is equal to ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു. ജസ്റ്റ് ഫിഗർ വേണമെങ്കിൽ വരച്ചു വയ്ക്കാം. ഇങ്ങനെ നമ്മൾ കൊടുത്ത വിഡ്ത്ത് കാണിച്ചുകൊണ്ട് ഒരു ഫിഗറും നമുക്ക് വരച്ചു വയ്ക്കാം. അതല്ലാതെ നമ്മൾ ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യങ്ങളോ ഒന്നും നമ്മൾ എഴുതാറില്ല. റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ടെന്ന് ജസ്റ്റ് കാണിക്കുന്നു. അതിന്റെ സൈസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ GT ആസ്പെക്റ്റിൽ ചെയ്യുമ്പോൾ ചെയ്യാറില്ല. ഓക്കെ, ഈ D.52 വന്നത് കവർ കഴിഞ്ഞിട്ടുള്ള അത്രയും പ്രശ്നമാണ്. ആ കവർ കഴിഞ്ഞിട്ടുള്ളത് ഓവറോൾ ഡെപ്ത് അല്ല, ഇഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, കഴിഞ്ഞോ?
ആ കഴിഞ്ഞ മിസ്. അപ്പൊ ഈ കവറും കൂടെ ചേർത്ത് ഓവറോൾ എഴുതണ്ടേ നമ്മള്? എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്ര GT ആസ്പെക്റ്റിൽ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ശരിക്കും ഈ Q0 ഇവിടെ ഈ 200 തന്നെ കിട്ടിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ആക്ച്വൽ 4 മീറ്റർ കിട്ടിയത് നമ്മൾ ആ 4 മീറ്റർ തന്നെ വിട്ട് കൊടുത്തത് കൊണ്ടാണ്. ഒരു 3.5 ആയിരുന്നു, അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് നമ്മൾ 4 കൊടുക്കുന്ന കേസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു 4.2 ആയിരുന്നു, അതിനെ 4.5 ആക്കി മാറ്റി ചെയ്യുമ്പോൾ ഈ പ്രഷറിൽ കുറച്ചുകൂടെ കുറവ് കാണിക്കും. അപ്പം ആ ഒരു പ്രഷർ ചെക്കിങ് മാത്രമാണ് ശരിക്കും ജിയോടെക്കിൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഡിസൈൻ ചെയ്യുമ്പോൾ. പിന്നെ ആ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ വരുന്ന മൊമെന്റിന്റെ വാല്യൂസും കൂടെ നമ്മൾ എഴുതി വെക്കും, ഷിയറിന്റെ വാല്യൂസും. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതും കൂടെ ചെയ്തിട്ട് വിടാം. അപ്പം ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും തമ്മിലുള്ള പ്രോബ്ലമായി. അടുത്ത ക്ലാസ്സിൽ വരുമ്പം പ്രിന്റ് എടുക്കണം കേട്ടോ. ഈ സ്റ്റെപ്പ് മീൻസ് ഇനിയുള്ള പോർഷൻ പ്രിന്റ് എടുത്ത് വെച്ചേരാം കേട്ടോ നെക്സ്റ്റ് വീക്കിലെ. Design a square RCC footing for the following data. Column load is 800 kilonewton. Allowable soil pressure 200 kilonewton per meter square. Size of the column is 0.4 meter by 0.4 meter. എഴുതി മിസ്. ഓക്കെ, ഇത് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കാം? സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. അതുപോലെ തന്നെ തന്നിരിക്കുന്നത് എന്താണ്? കോളം ലോഡാണ്. ആ കോളം ലോഡ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതെന്ന്, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ആദ്യമേ തന്നെ എഴുതി വെക്കുക. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഏരിയ ഓഫ് ദ ഫൂട്ടിംഗ് ആണ്. കണ്ടുപിടിക്കുക. ഏരിയ ഈസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ അലൗബിൾ സോയിൽ പ്രഷർ ആണ്. കിട്ടിയോ? 4 മീറ്റർ സ്ക്വയർ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആക്ച്വൽ സോയിൽ പ്രഷർ അത് കണ്ടുപിടിച്ചേ. Q ഡിവൈഡഡ് ബൈ ഏരിയ ആയിരിക്കും, നമുക്ക് ആക്ച്വലി കൊടുത്ത ഏരിയ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യണത് ബെൻഡിങ് മൊമെന്റ് ആണ്. പക്ഷെ അതിനു മുന്നേ നമ്മൾ ഒരു കാര്യം കണ്ടുപിടിക്കണം, ഫൂട്ടിങ്ങിന്റെ സൈസ്.
അത് നിങ്ങൾ സ്റ്റെപ്പ് 3 ആയിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് 2ന്റെ കൂടെ തന്നെ എഴുതാം. അപ്പം സൈസ് ഓഫ് ദ ഫൂട്ടിംഗ് കണ്ടുപിടിക്കണം. സ്ക്വയർ ഫൂട്ടിംഗ് ആണ്, ഏരിയ നമുക്ക് കിട്ടിയത് 4 ആയതുകൊണ്ട് റൂട്ട് ചെയ്താൽ മതി. അപ്പം നമ്മൾ 2 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ചെയ്തോ അത്രയും സൈസ് ഓഫ് ദ ഫൂട്ടിംഗ്? ദെൻ അടുത്ത സ്റ്റെപ്പായിട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഈക്വേഷനകത്ത് ഒരു ബി വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഒരു ബി ഉണ്ട്, ഇല്ലായിരുന്നോ? ക്യാപിറ്റൽ ലെറ്റർ ബി ഇല്ലേ ആ ഇക്വേഷനിൽ? Q0 ഇൻറ്റു ബി മൈനസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു ബി ബൈ 8 അല്ലേ? താഴെ എഴുതിയപ്പോൾ എഴുതിയിട്ടുണ്ട്, ഇക്വേഷൻ എഴുതിയപ്പം ബി വിട്ടുപോയി. ഉണ്ട് മിസ്. മാക്സിമം ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിക്കാം. എഴുതിയോ? കിട്ടിയോ 128? ഓക്കെ, ഇനി സ്റ്റെപ്പ് 5 ആണ്. 5th സ്റ്റെപ്പിൽ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന D0 എന്ന് പറഞ്ഞ ഡെപ്ത് കണ്ടുപിടിക്കണം പഞ്ചിങ് ഷിയറിന്റെ ഇത് വെച്ചിട്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കവർ അസ്യൂം ചെയ്യും. അതുകൂടാതെ ഓവറോൾ ഡെപ്ത് D0 എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ഡെപ്ത് പ്ലസ് ആ കവറാണ്. എന്നിട്ട് ആ ഇക്വേഷൻ D0 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. D0 എന്ന് പറഞ്ഞാൽ D+60 കൊടുക്കും. അതിൽ ബാക്കിയുള്ള ടേംസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിൽ നിന്ന് സ്മോൾ ലെറ്റർ ഡിയുടെ വാല്യൂ, ഓവറോൾ ഡെപ്ത് ഇഫക്റ്റീവ് ഡെപ്ത് നമ്മൾ എത്ര കൊടുക്കണമെന്ന് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൽ എത്ര ഡെപ്ത് നമ്മൾ കൊടുക്കണമെന്ന് എഴുതുന്നത്. ക്ലിയർ ആയോ? സ്റ്റെപ്പ് 5 നമ്മളോട് പറഞ്ഞേക്കണേ പഞ്ചിങ് ഷിയറിന്റെ ഇത് വെച്ചിട്ട്, സേഫ് പഞ്ചിങ് ഷിയറിന്റെ ഇത് വെച്ചിട്ട് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡെപ്ത് D0 ആണ്, അതായത് ഓവറോൾ ഡെപ്ത് ആണ്. ആ ഓവറോൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫക്റ്റീവ് ഡെപ്ത് പ്ലസ് കവർ ആണ്. ഒരു കവർ നമ്മൾ അസ്യൂം ചെയ്യും, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ ആ ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ ബാക്കി എല്ലാ ടേമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് സോൾവ് ചെയ്ത് ഇഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ലെറ്റർ ഡിയുടെ വാല്യൂ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമ്മൾ ഇഫക്റ്റീവ് എത്ര ഓവറോൾ ഡെപ്ത് ആ ഫൂട്ടിങ്ങിന് കൊടുക്കണമെന്ന് എഴുതി വയ്ക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ പറഞ്ഞത്? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, സ്മോൾ ലെറ്റർ ഡിയുടെ വാല്യൂ എത്രയാണ് വരുന്നതെന്ന് പറയാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സിംപ്ലിഫൈ ചെയ്യണേ. A+B ഹോൾ സ്ക്വയർ എന്നൊക്കെ വരുന്നുണ്ട്, അതൊക്കെ സൂക്ഷിച്ച് സിംപ്ലിഫൈ ചെയ്യുക. തന്നെ ചെയ്ത് നോക്കാട്ടോ.
സ്മോൾ ലെറ്റർ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതിനുശേഷം D0 കണ്ടുപിടിക്കുക, ഓവറോൾ ഡെപ്ത്. ഇടുന്ന യൂണിറ്റ് എല്ലായിടത്തും ഒരുപോലെ ആവാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ എക്സ്പാൻഡ് ചെയ്തേക്കുന്ന കറക്റ്റ് ആണെന്ന് നോക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക തനിയെ. 60 mm ആണ് കേട്ടോ, അതിനനുസരിച്ച് മാറ്റിയിടണം. 60 mm എന്നാണ് കൊടുത്തായിരുന്നത്, ബാക്കിയെല്ലാം മീറ്ററിലാണ് ഇട്ടേക്കണേ. അപ്പോൾ നിങ്ങൾ 60 മീറ്ററിൽ ഇടണം. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത്. ആർക്കെങ്കിലും കിട്ടിയോ ഡിയുടെ വാല്യൂ? ഡി കിട്ടിയോ ആർക്കെങ്കിലും? ഇവിടെ 60 മില്ലിമീറ്ററിലാട്ടോ, 0.60 മില്ലിമീറ്റർ മാറ്റി മീറ്ററിലാക്കാൻ എഴുതണം കേട്ടോ, തെറ്റിച്ച് കളയരുത്. ആർക്കെങ്കിലും കിട്ടിയോ? ആർക്കും കിട്ടിയില്ലേ? കുറെ എണ്ണുള്ളതുകൊണ്ടാ ഈ 0.05 0.6 ബാധിക്കില്ലല്ലോ അല്ലേ? അത് മാത്രമല്ല ആദ്യത്തെ ലാസ്റ്റ് 60 60യെ മില്ലിമീറ്ററിൽ എഴുതിയേക്കണേന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ കറക്റ്റാ. അതവിടെ എഴുതാൻ തിരുത്താൻ മറന്നുപോയതാ, യൂണിറ്റ് കൺവേർട്ട് ചെയ്തില്ല അവിടെ. ഡിയുടെ ആൻസർ 0.23 കിട്ടും. ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്ക്. സ്മോൾ ലെറ്റർ ഡി ഈക്വൽ ടു 0.23 മീറ്റർ. ഡിയുടെ ആൻസർ 0.23 വരുന്നത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ.
ദെൻ ഓവറോൾ ഡെപ്തും എഴുതുക. ചെയ്ത് നോക്ക്, പതുക്കെ കിട്ടുന്നുണ്ടോ നോക്ക്. എവിടെയെങ്കിലും ഇക്വേഷനിൽ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ആൻസർ കിട്ടത്തില്ല. സോൾവ് ചെയ്യുമ്പോൾ 0.23 വരുന്നത്. ഓക്കെ, കിട്ടുന്നുണ്ടോ? ദെൻ ഓക്കെ 0.23. ദെൻ ഓവറോൾ ഡെപ്ത് കണ്ടുപിടിക്കുക. d0 = d+60. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ബോണ്ട് ഫോഴ്സും കണ്ടുപിടിക്കുക. FB അത്രയും kN ആയിരിക്കും. ഫോഴ്സ്, ബോണ്ട് ഫോഴ്സ് FB = അതും കൂടെ ചെയ്താൽ പ്രോബ്ലം കംപ്ലീറ്റ് ആവും. ഓക്കെ, കംപ്ലീറ്റ് ആക്കിയോ? കിട്ടാത്തവർ 0.23 സോൾവ് ചെയ്ത് നോക്കുക. 0.23 കിട്ടും അത് സോൾവ് ചെയ്യുമ്പം. ഓക്കെ, ഹലോ, ഹലോ, ഡെപ്ത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഒരാൾ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ബോണ്ട് ഫോഴ്സ് എഴുതി വയ്ക്കുക. ബോണ്ട് ഫോഴ്സും കൂടെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് തീർന്നു. കിലോന്യൂട്ടൺ, കിലോന്യൂട്ടൺ, യൂണിറ്റ് കിലോന്യൂട്ടൺ. ഓക്കെ,
അടുത്ത ക്ലാസ്സിൽ വരുമ്പം ഇനി നമ്മൾ പഠിക്കാൻ പോണ കമ്പൈൻഡ് ഫുട്ടിംഗ് ആണ്. റെക്ടാങ്കുലറും ഉണ്ട് ട്രപ്പിസോയിഡലും ഉണ്ട്. അപ്പം അത് കുറച്ച് ലെങ്തി സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഒന്ന് പ്രിന്റ് എടുത്ത് വെച്ചാൽ എളുപ്പമുണ്ട്. സ്റ്റെപ്പ് പറഞ്ഞ് നമുക്ക് ഫിഗർ ഒന്നും വരയ്ക്കാതെ വേഗം ചെയ്തു പോവാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ ഇതൊന്ന് പ്രിന്റ് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് പ്രോബ്ലം പെട്ടെന്ന് ചെയ്തു പോവാം. ഓക്കെ, താങ്ക് യു.